ഒരു പുതിയ വീട് വെച്ച് താമസമാക്കി. പക്ഷെ ആ വീട്ടിൽ വന്നതിന് ശേഷം നിത്യ ദുഃഖം, നിത്യദാരിദ്ര്യം. എന്തുകൊണ്ടാണ്? പലരും ചോദിക്കുന്നതാണ്. ഞാൻ വാസ്തു നോക്കാൻ പോകുന്ന ആളെയുണ്ട്. പലരും ചോദിക്കുന്നതാണ്, ഭൂമിക്ക് ദോഷമുണ്ടോ, വാസ്തു ദോഷമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദ്യം. പക്ഷേ ചെന്ന് നോക്കുമ്പോൾ ആ വീടിന് ഒരു ദോഷവുമില്ല, ആ ഭൂമിക്ക് ഒരു ദോഷവുമില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു വീട് വയ്ക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ, എല്ലാവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ അതിനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലില്ല. ഭൂമി കടം വാങ്ങിക്കും, വീടും മൊത്തം കടത്തിലാണ് വയ്ക്കുന്നത്. അതായത് കിട്ടാവുന്നതിൻ്റെ പരമാവധി ലോണ്, കിട്ടാവുന്നതിൻ്റെ പരമാവധി കടം, പരമാവധി മറ്റു വിധത്തിലുള്ള വായ്പകൾ വാങ്ങിക്കുക, സ്വർണ്ണമുള്ളതെല്ലാം നമ്മൾ പലിശയ്ക്ക് പണയം വയ്ക്കുക. ഈ രീതിയിൽ മൊത്തം കടമായി ഭൂമിയും ഈ വീടും വയ്ക്കുമ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാതെ നമ്മൾ ചെയ്യുന്നത്. അതായത് വീട് വെച്ച് കഴിയുമ്പോൾ ഫുൾ കടം. ആകെപ്പാടെ വരുമാനം ഒരു മാസം 40 രൂപയോ 50,000 രൂപയോ ആയിരിക്കാം നമ്മുടെ മൊത്തം വരുമാനം. പക്ഷേ ഇത് എല്ലാം കൂടി അടച്ചു തീരുമ്പോൾ വീണ്ടും, അതായത് പലിശയും ലോണും ഒക്കെ അടച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 50,000 രൂപ വരുമാനമാണുള്ളത്, 60,000 രൂപയുള്ള ഒരു മാസം നമുക്ക് അടയ്ക്കേണ്ടി വരുന്നു. 10,000 രൂപ വീണ്ടും മാസം കടം. ഇതെവിടെ നിന്ന് നമ്മൾ വീടും? നമ്മൾ വീടിനെയോ നമ്മുടെ ഭൂമിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ഒരു വീട് വയ്ക്കാൻ തയ്യാറാകുക. കാരണം ബാങ്കുകാർ പല പ്രലോഭനങ്ങളും പറഞ്ഞ് നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കും. ഇന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ലോൺ എടുത്ത പലരും ആ വീടിനുള്ളിൽ വന്ന് ദാരിദ്ര്യം കൊണ്ട് മൂടി, ചിലവർ ആത്മഹത്യ ചെയ്യും, ചിലവരെ ബാങ്കുകാരെ പിടിച്ച് പുറത്ത് കളയും, ചിലവർ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് കണ്ട വിലയ്ക്ക് വിറ്റ് ബാങ്കിലെ കടവും വീണ്ടും ഒരു കൊച്ചു വാടക വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥ. ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണ്. നമ്മളൊരു വീട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള നിവൃത്തി നമുക്കുണ്ടോ? അല്ലെങ്കിൽ അധികം കടമില്ലാത്ത വിധത്തിൽ, ലോണില്ലാത്ത വിധത്തിൽ ഒരു വീട് വെച്ചാൽ ആ വീടിനുള്ളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും.